നമ്മൾ അതിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. 9 കിലോമീറ്റർ നീളമുള്ള ഒരു ടണലിലേക്ക്. ഈ മനോഹരമായ കാഴ്ച, ടണലിനകത്തൂടെയുള്ള മനോഹരമായൊരു കാഴ്ച. സുന്ദരമായിരിക്കുന്നു. ഒരു മല തുറന്നിട്ട്, അല്ലെങ്കിൽ മലയുടെ ഉൾവശത്തോടെയുള്ള 9 കിലോമീറ്റർ ടണൽ. ഇത് ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുന്ന ഒരു റൂട്ടാണിത്. പ്രധാനമന്ത്രി മോദി ഇങ്ങനെ ടണല് ഉദ്ഘാടനം ചെയ്തതായിട്ട് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ കാഴ്ചക്കാർക്ക് അതൊരു ഓർമ്മ വന്നിട്ടുണ്ടാവും. അതാണ് ഈ ടണൽ. വളരെ സുന്ദരമായിരിക്കുന്നു കേട്ടോ. ഒരു മലയുടെ അകത്തൂടെയുള്ള ഒരു യാത്രയാണ്. ഈ സുന്ദരമായ കാഴ്ച. ഞങ്ങളുടെ മുമ്പില് ഒരു ലോറി ഉണ്ടായിരുന്നു. ആ ലോറി മാറിയതോടുകൂടി ഞങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായി ടണല്. നമുക്കതിന്റെ ഫുള്ള് വീഡിയോ ഇടാനായിട്ട് നമുക്ക് പറ്റുകയില്ല. കാരണം ഇത് വളരെ ദൈർഘ്യമുള്ളതായിരിക്കും. കാരണം 9 കിലോമീറ്റർ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ മൊത്തത്തിൽ കാണുമ്പോ ഇതുപോലൊക്കെ ആയിരിക്കും നമുക്ക് കാണുക. അപ്പോൾ അത് എൻ്റെ കാഴ്ചക്കാർക്ക് അത് എത്രത്തോളം അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം 9 കിലോമീറ്ററുകൾ ഒരേ സമയത്ത് തന്നെ കാണിക്കുമ്പോൾ. എന്തായാലും ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ വണ്ടികളൊന്നുമില്ല. ഞങ്ങൾക്കിപ്പോൾ നന്നായിട്ട് ഈ ടവർ കാണാം. ഉള്ളില് ഈ ടണൽ കാണാം. ഇതുകൂടാതെ പാസ്റ്റർ പറയുന്നത്, ഇതുകൂടാതെ വേറൊരു ടണലുണ്ട്. അത് 7 കിലോമീറ്റർ നീളമുള്ള ഒരു ടണലാണെന്നാണ്. പാസ്റ്ററിന് കാര്യം പറഞ്ഞു. ഇപ്പോ ഇതിനുള്ളിലൂടെ പെട്രോൾ ടാങ്കർ ഉണ്ടല്ലോ, ഡീസൽ ടാങ്കർ. നമ്മുടെ നാട്ടിലൊക്കെ റോഡുകളിലൂടെ പോയി ഒരുപാട് അപകടം വരുത്തി വെക്കുന്ന ടാങ്കറുകൾ. അപ്പൊ ഇവിടെ ഇതിനകത്തൊരു അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം വന്നു പോയി കഴിഞ്ഞാൽ ഇത് മുഴുവൻ തീ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്രോൾ ടാങ്കറുകള് ഒന്നും, അല്ലെങ്കിൽ ഡീസൽ ടാങ്കറുകളൊന്നും ഇതിനകത്തൂടെ അനുവദനീയമല്ല എന്നാണ് പാസ്റ്റർ പറഞ്ഞത്. അപ്പൊ ഈ പെട്രോൾ പമ്പൊക്കെ വേറെ ഒരു റൂട്ടുണ്ട്. അല്ല, പെട്രോൾ പമ്പല്ല, പെട്രോൾ ടാങ്കർ. ആ റൂട്ടിൽ കൂടെ വേണം പോകാൻ. ഇതിലേക്കൂടെ അനുവദനീയമല്ല. അപ്പൊ ഈ 9 കിലോമീറ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ജനുവരി ഡിസംബർ മാസങ്ങളിലൊക്കെ പഴയ റോഡ് എന്ന് പറഞ്ഞാൽ ആ ഓൾഡ് റോഡിൽ കൂടെ വേണം ഈ ടാങ്കറൊക്കെ പോകാൻ. അപ്പൊ പഴയ റോഡിലൂടെ വരുന്ന ഒരു വിഷയം, പഴയ റോഡിലൂടെ വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇതാണ്. അവിടെ മുഴുവൻ മഞ്ഞും മൂടി കിടക്കുകയായിരിക്കും. ആ റൂട്ടൊന്ന് കാണിക്കാമേ. ഇതാണ് പഴയ റൂട്ട്. ഇതിനപ്പുറത്ത് നമുക്കൊരു റോഡ് കാണാനായിട്ട് കഴിയും. ഈ ഇതിനപ്പുറം ഒരു നദിയുണ്ട്. ആ നദിക്ക് അക്കരെയാണ് ആ പഴയ റൂട്ടുള്ളത്. ഈ കാറിനകത്തായതുകൊണ്ട് നമുക്കത് കാണാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അതിനപ്പുറത്താണ് പഴയ റൂട്ടുള്ളത്. ടാങ്കർ ആ വഴി വരുന്നുണ്ട്. ക്യാമറ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. ഇപ്പോഴും ടാങ്കർ ആ വഴി വന്നു.